നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഒന്നുകൂടെ ഹല്ലേലൂയ. ഇവിടെ ട്രാൻസ്ലേഷൻ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഭാരപ്പെടേണ്ട. കുഞ്ഞുങ്ങളുമായിട്ട് വരണം. എൻ്റെ മലയാളം സാഹിബിന് പോലും മനസ്സിലാകുന്ന മലയാളമാണ്. മാത്രമല്ല വളരെ വർഷങ്ങളായിട്ട് എൻ്റെ പ്രസംഗം കേൾക്കുന്നവരാണ് നിങ്ങൾ. എനിക്ക് 36 വർഷമായി എൻ്റെ ശുശ്രൂഷയിൽ വലിയ കൂടുതലും വന്നിട്ട് വലിയ കുറവും വന്നിട്ടില്ല. ഇതിങ്ങനെ ഈ നിലയിൽ തന്നെ അങ്ങ് പോകുകയാണ്. അതുകൊണ്ട് ഇത്രയും നാൾ നിൽക്കാനിടയായി. അതൊരു വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സിലാകും. അവരെയും കൂടെ കൊണ്ടുവരണം. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറായിട്ട്. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇവിടെ ഈ ഒലിവ് ഗാർഡൻ മിനിസ്ട്രി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ പാസ്റ്റർ ക്ലെമന്റിന്റെ നേതൃത്വത്തിൽ, സഭയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇങ്ങനെ ക്രമീകരിച്ചതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ടെക്നോളജിയൊക്കെ വളരെ പുരോഗമിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന താരതകളെല്ലാം ഉപയോഗിക്കണം. ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ചെറുവക്കൽ നടന്ന ഒരു യോഗം വാഷിങ്ടണിൽ വെച്ച് കണ്ടു. പാസ്റ്റർ ജോൺസന്റെ ബൈബിൾ കോളേജിൽ നടന്ന ഒരു മീറ്റിംഗ് അദ്ദേഹം നടന്നു. ഞാനത് കണ്ടു എന്നുള്ളത് അദ്ദേഹം ഓർത്ത് കാണുകയില്ല, അല്ലെങ്കിൽ ചെറുവക്കലുള്ളവർ ഓർത്ത് കാണുകയില്ല. ആരോ ഒരു സഹോദരൻ അന്നത് വീഡിയോ എടുത്തു. അതിൻ്റെ കാസറ്റുകൾ, കോപ്പികൾ പലയിടത്ത് പോയി അത് കേൾക്കുവാനിടയായി. അപ്പോൾ ഒരു യോഗത്തിൽ 1000 പേര് കൂടട്ടെ, 10,000 പേര് കൂടട്ടെ, അല്ലെങ്കിൽ ആരും ഇല്ലെന്നിരിക്കട്ടെ, ആ വചനങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നാളെ എത്ര പേർ കേൾക്കും എന്ന് പറയുവാനായി കഴിയും. നമുക്കാർക്കും പ്രവചിക്കുവാനായി കഴിയും. ശക്തന്മാരായ അനവധി ദൈവദാസന്മാർ കേരളക്കരയിലുണ്ടായിരുന്നു. അവര് ഇന്നത്തെ കമന്ററികളോ, ഇന്നത്തെ ഇന്റർനെറ്റ് സൗകര്യങ്ങളോ, ഇന്നത്തെ പഠന രീതികളോ ഒന്നും തന്നെ ഇല്ലാതിരുന്ന കാലങ്ങളിൽ കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങിയവരാണ്. അവരുടെയൊക്കെ പ്രസംഗം പോലെ അവർക്കൊക്കെ ദൈവം കൊടുത്ത ആഴമേറിയ ദൈവദിനത്തിൻ്റെ വെളിപ്പാടുകൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. എന്നാൽ അതൊന്നും അന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുവാനോ അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനോ ഉള്ള സാങ്കേതികമായ കഴിവുകൾ നമുക്കുണ്ടായിരുന്നില്ല, പരിജ്ഞാനം നമുക്കുണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചില്ല. അതിൽ നമുക്ക് ദുഃഖമുണ്ട്. ഇനിയുള്ള കാലങ്ങളിലെങ്കിലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിക്കണം. ഒരുപാട് മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ ഏകദേശം 50,000-ത്തിലധികം ആൾക്കാർ കയറിയെന്ന് ജോൺ ഐസക് എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ 50,000 പേര് ഈ വെബ്സൈറ്റിൽ കയറി പ്രസംഗങ്ങൾ കേട്ടു. 6-7 മാസം കൊണ്ട് തുടങ്ങിയ ഒരു വെബ്സൈറ്റ് എൻ്റെ ഒരു സ്നേഹിതൻ ഡാളസിൽ ബ്രദർ സണ്ണി, അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാർ വിസിറ്റ് ചെയ്തതായിട്ട് അദ്ദേഹം കണ്ടു എന്ന് പറയുകയുണ്ടായി. ഇത്രയും ജനങ്ങളോട് സുവിശേഷം എത്തിക്കുവാൻ എത്ര നമ്മൾ അങ്ങനെ ഒരു 2 ലക്ഷം പേരെ സംഘടിപ്പിച്ച് ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ എത്ര $millions നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കണം. അഥവാ ചെലവഴിച്ചാൽ തന്നെ ആരായിരിക്കും അവിടെ കൂടുതലായിട്ട് കൂടുന്നത്? എന്നാൽ ഇതിനൊന്നും വലിയ ചെലവുകളൊന്നുമില്ല. ഇതെല്ലാം ആർക്കും അല്പം പണവും, ഒത്തിരി പണമുണ്ട്, അല്പം പണവും അല്പം സാങ്കേതിക പരിജ്ഞാനവും താല്പര്യവും ഉണ്ടെങ്കിൽ വളരെയധികം പ്രയോജനപ്പെടുവാനായിട്ട് കഴിയും. അതിനായിട്ട് നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം ഉത്സാഹിപ്പിക്കട്ടെ. അതിനുള്ള വലിയ താല്പര്യങ്ങൾ കർത്താവ് നൽകട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. ഇന്ന് എനിക്ക് പരിചിതമായ പല പ്രിയപ്പെട്ടവരും കൂടെ അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഈ അമേരിക്കയിലെ ഹൂസ്റ്റൺ എന്ന് പറയുമ്പോൾ ലോകപ്രശസ്തമായ നാസയാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. സണ്ണി ധാരാളമാണ് ഇന്നേക്ക് 23 വർഷം മുമ്പ് എന്നെ നാസയിൽ കൊണ്ടുപോയത്. അതിപ്പോഴങ്ങ് ശോഷിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇവിടുന്ന് അത് മാറാൻ പോവുകയാണോ? അന്നൊക്കെ
ഇവിടെ സ്പേസ് കോളനി ഉണ്ടാകാൻ പോകുന്നു. 10,000 പേരെ അവിടെ താമസിപ്പിക്കാൻ പോകുന്നു. അതിൽ നേഴ്സസ് ഉണ്ടായിരിക്കും, ഡോക്ടർമാരുണ്ടായിരിക്കും, ടെന്നീസ് കോർട്ട് ഉണ്ടായിരിക്കും എന്നൊക്കെ നാസ പറഞ്ഞിരുന്നു. ഞാൻ ഓർത്തു അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരു 12,000 പേര് പോയി ഒരു ചർച്ച വല്ലതൊക്കെ ആരംഭിച്ചാൽ ഞങ്ങളെയും ഒരു പ്രസംഗത്തിനൊക്കെ വിളിക്കുമല്ലോ. പക്ഷേ നാസ പദ്ധതിയെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഏതായാലും ലോകപ്രശസ്തമായ ഒരു സ്പേസ് സെന്ററുള്ള ഒരു പട്ടണത്തിലാണ് നിങ്ങളൊക്കെ താമസിക്കുന്നത്. ലോകം മുഴുവൻ അതറിയാം. വിദ്യാസമ്പന്നരായ ആൾക്കാർ, ശാസ്ത്രീയമായിട്ടുള്ള താല്പര്യമുള്ളവർ ഒക്കെ കടന്നു വന്ന് പഠനം നടത്തുന്ന ഒരു വലിയ സ്ഥലം. ആ നിലയിലാണല്ലോ ഹൂസ്റ്റൺ ലോകം മുഴുവൻ ഇന്ന് അറിയപ്പെടുന്നത്, ആദരിക്കപ്പെടുന്നത്. 10,000-ത്തിലധികം ജീവനക്കാരിവിടെ നാസായിൽ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ പ്രവർത്തനങ്ങൾ മുഖാന്തരം ഒത്തിരി നേട്ടങ്ങൾ അമേരിക്കയ്ക്കുണ്ടായിട്ടുണ്ട്, നമുക്കുണ്ടായിട്ടുണ്ട്, ലോകം മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഉണ്ടാകട്ടെ. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ദൈവം ഇനിയും ധാരാളം ജ്ഞാനങ്ങൾ കൊടുക്കട്ടെ എന്ന് ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ 10,000 പേര് നിരന്തരം വർക്ക് ചെയ്ത് $ട്രില്യൺസ് അതിനുവേണ്ടി ചെലവഴിച്ച് ഇവരെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു ആസ്ട്രോണമിസ്റ്റ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനുള്ള വിവരവും വിദ്യാഭ്യാസമൊന്നും എനിക്കില്ലെങ്കിലും ചിന്തിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പല കാര്യങ്ങളാണ് അവർ ചിന്തിച്ചത്. അവർ ചിന്തിച്ച പല കാര്യങ്ങളും വേദപുസ്തകത്തിന്റെ കോപ്പികളാണ്. അല്ലെങ്കിൽ വേദപുസ്തകം 1000 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പ്രായോഗിക തലത്തിൽ എത്തിക്കാനുള്ള ഒരു പരിശ്രമം മാത്രമാണ് എന്നാണ് എൻ്റെ ചിന്ത. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരിക്കുന്നവരിൽ വലിയ ശാസ്ത്രജ്ഞനായിരിക്കുന്ന, മരണാസന്നനായിരിക്കുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് കേംബ്രിഡ്ജിൽ ഈ അടുത്ത കഴിഞ്ഞ മാസം അദ്ദേഹം പറഞ്ഞത്, ഇനി മറ്റ് ഗ്രഹങ്ങളിൽ നിന്നുള്ള ഏലിയൻസ്, മറ്റ് ഗ്രഹങ്ങളിൽ നിന്നുള്ള അനുഗ്രഹ ജീവികൾ വരുന്നതിനേക്കാൾ അന്വേഷിക്കുന്നതിനേക്കാൾ നല്ലത് മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കുറച്ചുപേരെങ്കിലും ഭൂമിക്ക് പുറത്ത് എവിടെങ്കിലും കൊണ്ടുപോയി താമസിപ്പിക്കാൻ ഉള്ള പരിപാടിയിലാണ് ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ദിനോസറിന്റെ കാലം മുടനമൊക്കെ എടുത്തു വെച്ച പോലെ അടുത്ത ഭാവിയിൽ മനുഷ്യന്റെ യാസിമന്ദിരങ്ങളൊക്കെ എടുത്തു വെക്കേണ്ടി വരും. അതുകൊണ്ട് മനുഷ്യകുലം പൂർണ്ണമായിട്ട് തുടച്ചു നീക്കപ്പെടാതിരിക്കാൻ ഭൂമിക്ക് പുറത്ത് എവിടെങ്കിലും ഒരു താവളം ഉണ്ടാക്കണം. അതിനുവേണ്ടി എല്ലാവരും ഉത്സാഹിക്കണം, പഠിക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്പേസ് കോളനി ഉണ്ടാക്കുന്നു, സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കുന്നു, ആൾക്കാരെ അവിടേക്ക് കൊണ്ടുപോകുന്നു, ഭൂമിക്ക് പുറത്ത് എവിടെങ്കിലും കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് നാസയുടെ പദ്ധതിയാണ്, സ്റ്റീഫൻ ഹോക്കിന്റെ പദ്ധതിയാണ്. പക്ഷെ 2000 വർഷം മുൻപുള്ള യേശുവിന്റെ ഒരു പദ്ധതിയാണ് ഇതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നെ വിശ്വസിപ്പീൻ, എന്റെ പിതാവിനെ വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ പോകുന്നു. ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കുമെന്നുള്ള 2000 വർഷങ്ങൾക്ക് മുൻപുള്ള യേശുവിന്റെ ഒരു പദ്ധതി ശാസ്ത്രീയമായിട്ടൊന്ന് നടത്താമോ എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അവർ നടത്തിയാലും നടത്തിയില്ലെങ്കിലും എൻ്റെ യേശു നടത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കരമുയർത്തി നമുക്കൊന്ന് ദൈവത്തിന് സ്വന്തം ചെയ്താട്ടെ. അപ്പോൾ ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു വേദപഠിതാവിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ കാര്യമല്ല. നാസയിൽ ഇപ്പോൾ നടക്കുന്ന രസകരമായ ഒരു റിസർച്ച്, ഇപ്പോഴല്ല, ഒരു 8-10 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിസർച്ചാണ് ഈ ടെലിപ്പോർട്ട് എന്ന് പറയുന്നത്. ടെലിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ടെലിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഫാക്സ് ചെയ്യുക. ഫാക്സ് ചെയ്യുന്ന പോലെ മനുഷ്യനെ ഫാക്സ് ചെയ്യുക. പണ്ടൊക്കെ ഫാക്സ് ഒക്കെ ആയിരുന്നല്ലോ, ഇപ്പം അതൊക്കെ മാറി. എങ്കിൽ പോലും നമ്മൾ നാട്ടിൽ നിന്ന് ഫാക്സ് ചെയ്താൽ ഇവിടെ നിമിഷ നേരം കൊണ്ട് ഇവിടെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ജോൺസൺ ഡാനിയലിന്റെ വീട്ടിൽ ഒരിക്കൽ അദ്ദേഹത്തിന്റെ അളിയനെ ജെറുസലേമിൽ പോകാനായിട്ടല്ലേ ഒരു പേപ്പർ എനിക്ക് ഫാക്സ് ചെയ്ത് തന്നെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം എവിടെ നിന്നാണ്, നാട്ടിൽ നിന്നായിരുന്നല്ലേ, ബാംഗ്ലൂരിൽ നിന്ന് ഈ ഹൂസ്റ്റണിലേക്ക് അദ്ദേഹം ഫാക്സ് ചെയ്തു. എനിക്കത് കിട്ടിയ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഫാക്സ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യനെ ഫാക്സ് ചെയ്തുകൂടാ?